നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തന്നെ വളർത്തി വലുതാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ വേദികളിൽ പരമപ്രാധാന്യത്തോടെ ഉണ്ടായിരുന്ന തന്റെ പദവി നഷ്ടപ്പെടുമ്പോൾ, ആ നഷ്ടപ്പെട്ട് പാർട്ടി പരിപാടി നടക്കുമ്പോൾ അനാഥത്വം പേറി ഒരു മൂലയിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ആര്യയുടെ ചിത്രം ആരുടെയും കരളലിയിപ്പിക്കും. ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് ഇന്നലെയാണ്. മിനിഞ്ഞാന്ന് തന്നെ ആര്യയും ചിന്തയുമൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നില്ല, അവരെ സജീവമാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു വാർത്ത ഭാരത് ലൈവിൽ ചെയ്തിരുന്നു. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ നടന്ന സംഭവങ്ങളും നമുക്ക് വ്യക്തമാകുന്നത്. ഈ കുട്ടി, അതായത് കുട്ടി എന്ന് പറഞ്ഞുകൂടാ എന്നാണ് പണ്ട് മുൻ മേയറായിരുന്ന ആര്യ അന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കുട്ടിയാണ്, കാരണം എൻ്റെ മകളുടെ അടുത്ത് പ്രായം വരുന്നൊരു കുട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ആ കുട്ടിയെ 20 വയസ്സായിരുന്നു അന്ന് പ്രായം മേയറാക്കുമ്പോൾ, വളരെ ചെറിയ പ്രായത്തിൽ അതിന് പറ്റാത്തൊരു പദവി നൽകുക. പണ്ടൊക്കെ പൂർവികന്മാർ ചില പഴഞ്ചൊല്ലുകൾ പറയുമായിരുന്നു, കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന്. സത്യത്തിൽ അതിന് പറ്റാത്ത പദവി എന്താണ് മേയറെന്നോ അല്ലെങ്കിൽ ബാലപാഠം പോലും അറിയാത്ത, അതായത് പാർലമെന്ററി പൊളിറ്റിക്സോ പാർലമെന്ററി കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു ചെറിയ പെൺകുട്ടി, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മേയറാക്കുക. അത് മേയറാക്കി തനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒന്നാമത് ചെറിയ പെൺകുട്ടി, അതിന്റെ പ്രായത്തിനോ പക്വതയ്ക്കോ ചേരാത്ത ഒരു പദവി അതിന് നൽകുക, കൃത്രിമമായി സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു കഴിവ് ഈ ബാലസംഘത്തിലൊക്കെ പോയതുകൊണ്ടായിരിക്കും അവരുടെ നേതാക്കന്മാർ സംസാരിക്കുന്നത് പോലെ കൃത്രിമത്വം നിറഞ്ഞ ഭാഷയിലൂടെ സംസാരിക്കുക. അത് CPM-ന്റെ എല്ലാ നേതാക്കന്മാർക്കും ഉള്ളതാണ്. MA ബേബിയെ തൊട്ട് ചിന്തിച്ചാൽ, ഇപ്പൊ ഗോവിന്ദൻ ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു എന്ന്. എന്നാൽ പിന്നീട് എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ അങ്ങനെയാണ് പലരെയും നമ്മൾ മനസ്സിലാക്കുന്നത്. ആര്യ രാജേന്ദ്രനെ ശരിക്കും CPM രാഷ്ട്രീയപരമായി ഒരു രക്തസാക്ഷിയാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ രാജേന്ദ്രനെ ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന് അതിന്റെ ഭാവി നശിപ്പിക്കുകയായിരുന്നു. കുറച്ചുകൂടി പ്രായമായും പക്വതയും ഒക്കെ വന്നിട്ട് രാഷ്ട്രീയത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നം ആ പെൺകുട്ടി നേരിടേണ്ടി വരില്ലായിരുന്നു. ഇന്ന് ആരോരുമില്ലാത്ത രീതിയിൽ, ഒരു നേതാവിന്റെ അടുത്ത് പോകാൻ കഴിയാത്ത രീതിയിൽ, ഏതെങ്കിലും ഒരു സമ്മേളനം നടക്കുമ്പോൾ സമ്മേളന നഗരിയുടെ മുൻപിൽ പോയി കസേരയിട്ടിരിക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ ആത്മാഭിമാനവും അതിന്റെ ആത്മവിശ്വാസവും ഒക്കെ കെടുത്തി ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ പോലെ ആക്കി തീർത്തതിന്റെ പിന്നിൽ CPM ആണെന്ന സംശയം സത്യമായുമുണ്ട്. CPM ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആര്യയ്ക്ക് ആകെ ഉണ്ടായ ഗുണം ഒരു MLA ഭർത്താവായി കിട്ടി എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് കുറച്ചു കാലം ചില വേദികളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു, സാമ്പത്തികമായും മെച്ചമുണ്ടായി കാണും, മേയർ എന്ന പദവിയും സ്വന്തമാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇനി ഇപ്പൊ നമുക്കറിയാം, ഇതുപോലെ പല പരീക്ഷണങ്ങളും CPM നടത്തിയിട്ടുണ്ട്. അതിലൊരു പരീക്ഷണമായിരുന്നു സിന്ധു ജോയ്. കാലക്രമേണ സിന്ധു ജോയ് എവിടെയാണെന്നും എന്താണ് സംഭവിച്ചതെന്നും നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു വല്ലാത്ത ക്രൈസിസിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു CPM. CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യം, അല്ലെങ്കിൽ CPM-ന് എന്തെങ്കിലും ഒന്ന് പറയാൻ, ചെറിയ പെൺകുട്ടിയെ മേയറാക്കി എന്ന് മേനി നടിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന ഫേക്ക് നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ തന്നെയാണ് ഇത് ചെയ്തത്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയ പെൺകുട്ടി, അതിന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, അതിനാകെ ഉണ്ടായ ഗുണം ഒരു MLA ഭർത്താവായി കിട്ടി എന്നുള്ളതാണ്. എന്നാൽ MLA ഭർത്താവായി കിട്ടുമ്പോഴും അതിനും ചില ദോഷങ്ങളുണ്ട്. ആ MLA-യുടെ മണ്ഡലത്തിൽ പോലും പോയി പ്രചരണത്തിൽ ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു പെൺകുട്ടിയുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചതിന് CPM ഉത്തരം പറയേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ മറുപടികൾ, മുതിർന്നവരോട് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്, കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട്, മേയറാണെന്ന ധാർഷ്ട്യം ഉൾക്കൊള്ളത് കൊണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ ഒരു വലിയ പദവി അതിന്റെ തോളിൽ വെച്ച് കൊടുത്തതുകൊണ്ട് അതിന്റെ ഭാരം താങ്ങാനാവാതെ അഹങ്കാരവും ധാർഷ്ട്യവും പ്രായത്തിന്റെ പക്വതയില്ലായ്മയും ഒക്കെ കാണിച്ച് ലോകത്തുള്ള എല്ലാവരെയും വെറുപ്പിച്ചു. അതിന്റെ ഫലമോ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി CPM മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ MLA തെരഞ്ഞെടുപ്പിൽ എവിടെയും ഒരു പരിപാടിയിലോ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ഒരു പരിപാടിയിലോ ഒന്നും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഈ പെൺകുട്ടിക്കുണ്ടായത്. നമുക്കറിയാം, ഈ മേയർ
മുൻ മേയർമാരുടെ അവസ്ഥ നമുക്കറിയാം. പല മേയർമാരും മുൻ മേയർമാരൊക്കെ എല്ലാം പിന്നീട് സജീവമാവുകയും അടുത്ത MLA സീറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു മേയർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1-2 സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടി. അന്ന് കോൺഗ്രസിനെ അധികം പറഞ്ഞില്ലെങ്കിലും BJPയെ കണക്കറ്റ് ആക്രമിച്ചുകൊണ്ട് ഒരിക്കലും BJP തിരുവനന്തപുരം നഗരസഭയിലേക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസാരഥ്യത്തിൽ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദമൊക്കെ മുഴക്കി നോക്കി. അന്ന് ചെറിയ രീതിയിലെങ്കിലും CPM അടുപ്പിച്ചിരുന്നുവെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ കൈവിട്ടു പോയതോടുകൂടി തീർച്ചയായും പിന്നീടുണ്ടായ മാറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു വേദിയുടെ മൂലയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായി ഒതുങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ, അതും ഇന്നലെ വരെ വേദിയിലിരുന്ന ആൾ ഇന്ന് ജനങ്ങളുടെ, കാണികളുടെ ഇടയിൽ ഏറ്റവും പിറകിൽ പോയി ഒളിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, അത് അതീവ ദയനീയമാണ്. യഥാർത്ഥത്തിൽ CPMന്റെ രക്തസാക്ഷിയാണ് ആര്യ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആര്യ രാജേന്ദ്രന് ഇത്രയധികം പ്രശ്നമുണ്ടാകാനുള്ള കാരണം അവസാന കാലത്തുണ്ടായ ബസ് തടയലും വിവാദവും ഒക്കെയാണ്. MLA ആയ ഭർത്താവും മേയറായ ഭാര്യയും ചേർന്ന് ഒരു ബസ് വഴിയിൽ തടഞ്ഞു. MLA ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ അവിടെ തീരുകയായിരുന്നു. യദു എന്ന് പറയുന്ന ആ ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുകയും ഇന്നും യദു അതിന്റെ പിറകെ കേസ് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ രാഷ്ട്രീയപരമായി രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും വീണ്ടും കേസുമായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഏത് രീതിയിലാകും ഇനി കോടതി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും CPMന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാകുന്നു. അത് തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ്.